ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റ നടൻ വിനായകൻ ആശുപത്രി വിട്ടു. സെപ്പറേറ്റായി വെയിൻ കട്ടായി 2 ദിവസം അറിഞ്ഞു, ഇല്ലെങ്കിൽ പാരലൈസ്ഡ് ആയിരുന്നു. 2 മാസത്തോളം വിശ്രമം വേണ്ടി വരുമെന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വിനായകൻ സംസാരിക്കുമ്പോൾ അടക്കം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ പേശി ഉൾപ്പെടെ വലിയ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. തോളിലെയും അതോടൊപ്പം തന്നെ കഴുത്തിലെയും പേശികൾക്കാണ് ക്ഷതമേറ്റിട്ടുള്ളത്. ഇത് ആട് 3 സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ തൊടുപുഴയിൽ വെച്ചാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. മുൻപ് അപകടം സംഭവിച്ചു, പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായ സംഘടനകളുടെ പരിക്കേറ്റിനെ തുടർന്നുണ്ടായ ആ ക്ഷതമാണ് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നുള്ള തിരിച്ചറിവ് എന്നതും ഉടനെ തന്നെ ചികിത്സ നൽകുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം ആശുപത്രി വിട്ടിരിക്കുകയാണ്. പക്ഷേ 6 ആഴ്ചയോളം ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തുടർ ചികിത്സകളുടെ ഭാഗമായി അദ്ദേഹത്തിന് വിശ്രമിക്കേണ്ടി വരും. കഴുത്തിലും അതോടൊപ്പം തന്നെ കൈ അടക്കം പൂർണ്ണമായും അനക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തെ വാഹനത്തിൽ അടക്കം കയറ്റുന്നത് അല്ലെങ്കിൽ കൂടെയുള്ള സഹായികൾ ചേർന്നായിരുന്നു. അപ്പോൾ കുറച്ച് ഗൗരവമുള്ള പരിക്ക് തന്നെയാണ്. പക്ഷെ നിലവിൽ ആ അപകടനില ഒക്കെ തരണം ചെയ്തു. പക്ഷേ ഈ വിശ്രമം തുടർന്ന് മുന്നോട്ട് പോകേണ്ടി വരും. ആട് സിനിമയുടെ ചിത്രീകരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് തൊടുപുഴയിൽ വെച്ച് നടന്ന ആ ഒരു ഷൂട്ടിങ്ങിനിടയിൽ അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നത്. കുറച്ച് ദിവസം മുൻപാണ് പരിക്കേറ്റെങ്കിൽ പോലും പിന്നീട് അതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് പിന്നീട് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും കൈക്കും മറ്റും തളർച്ച ഉണ്ടായി. അങ്ങനെയാണ് പിന്നീട് ആശുപത്രിയിൽ എത്തുന്നത്. ആ പരിശോധനയിലാണ് നേരത്തെ ഉണ്ടായ ആ ഒരു സംഘടനത്തിനിടെ ഉണ്ടായ ആ ഒരു പരിക്കിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തിരിച്ചറിയുന്നതും പിന്നീട് ചികിത്സ നൽകുന്നതും. ഇപ്പോൾ അദ്ദേഹത്തെ ചികിത്സ പൂർത്തീകരിച്ച ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇതിനിടയിൽ വരും ദിവസങ്ങളിലും ഡോക്ടർമാരെ സമീപിക്കേണ്ടത്. കാരണം നിലവിൽ ആരോഗ്യം തൃപ്തികരമാണ്. പക്ഷേ സംസാരിക്കുന്നതിനടക്കം വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അത് പ്രധാനമായും കഴുത്തിലും അതോടൊപ്പം തന്നെ തോളിലും ഉണ്ടായിട്ടുള്ള ആ പേശികളുടെ ക്ഷതമാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്.